ഇപ്പോഴത്തെ ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിണ്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ അരിഞ്ഞത് ഫ്രീസറിലാക്കി വയ്ക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പിണ്ടി അരിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചുറ്റി പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കയ്യേറ് എടുത്തിട്ടായിരുന്നു. കയ്യേറ് ഇടാണ്ട് ഉണ്ടാക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചുറ്റി വട്ടതിൻ്റെ ആ നൂലിങ്ങ് പോരാൻ വേണ്ടി വട്ടം ഇങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമ്മളിതിങ്ങനെ ഒരു 3-4 ജനം കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊളന്ന് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുക. അങ്ങനെ മുഴുവൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ആ പിണ്ടി അതിലേക്കൊരു ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതൊന്ന് ഒത്തിരി വേവിക്കരുത്. ഒന്ന് ചെറുതായിട്ട് വേവിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പിണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ തീ പാകത്തിൽ വേവിക്കുകയുള്ളൂ. അതായത് സ്റ്റിൽ ക്രിസ്പി ആയിരിക്കാം. ഉണ്ടോ? സ്റ്റിൽ ക്രിസ്പി ആയിരിക്കാം. ജസ്റ്റ് ഒന്ന് വേവിച്ചാവും. വെള്ളമൊന്നും ഒഴിക്കാണ്ട് വെച്ചു. ഇനി ഇതിനെ നമ്മൾ സ്വിച്ചിലോ ബാഗിലാക്കി ഫ്രീസറിലേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പിണ്ടി റെഡിയാണ്. ഇനി നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയറിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത് പിണ്ടി എപ്പോഴും. ആ പയറിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നേരം നമ്മളിത് ഫ്രീസറിൽ എടുത്താൽ മതി. ഇനി പകുതി മതിയെങ്കിൽ പകുതി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ 2ആയിട്ട് വെക്കാൻ ഞാൻ ഒന്നിച്ചങ്ങ് വെച്ചു. എനിക്കിനി എപ്പോൾ കൊതി തോന്നണോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കും. ഇനി ഓരോ സെഷൻ ഇങ്ങനെ ഫ്രീസ് ചെയ്യാനുള്ളതാണ്.